Hello friends. Kerala Water Authority Assistant Engineer exam tentative date അതേപോലെ ഈ ഒരു എക്സാമിന്റെ ഡീറ്റെയിൽ സിലബസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ 706/2025 ആയിരുന്നു ഈ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ. ക്വാളിഫിക്കേഷൻ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നത് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ഓർ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ഇറ്റ്സ് ഇക്വലന്റ് എന്നാണ്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് February 4th ആണ് 2026. ഇനി ഈ ഒരു എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഇപ്പോൾ PSC പറഞ്ഞിരിക്കുന്നത് September to November അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ സിലബസ് നമ്മൾ സ്റ്റഡി ചെയ്യാൻ നേരം നമുക്ക് മനസ്സിലാവുന്നത് സിവിൽ എഞ്ചിനീയറിംഗിന് 25 മാർക്ക്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 25 മാർക്ക്, കെമിക്കൽ എഞ്ചിനീയറിംഗിന് 25 മാർക്ക് തുല്യമായിട്ട്. പിന്നീട് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിന് 15 മാർക്കും വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗിന് 10 മാർക്കും. അങ്ങനെയാണ് ഈ ടോട്ടൽ 100 മാർക്ക് ഇപ്പം സിലബസ് പ്രകാരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ സബ്ജക്ട്സും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ആദ്യം സിവിലിൻ്റെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആൻഡ് സ്ട്രക്ചറൽ അനാലിസിസ്, അതിന് 4 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് പഠിക്കാനുണ്ട്, ബെൻഡിങ് മൊമെൻറ്റ്, ഷിയർ ഫോഴ്സ്, അതേപോലെ നമുക്ക് മൂർ സർക്കിള്, തിക്ക് ആൻഡ് തിൻ സിലിണ്ടേഴ്സ്, ടോർഷൻ ഇൻ ഷാഫ്റ്റ്, അത് ഹോളോ ആൻഡ് സോളിഡ്, അതേപോലെ സ്പ്രിങ്സ് പഠിക്കാനുണ്ട്, ഡിഫ്ലക്ഷൻ, ഡ്രസ് അനാലിസിസ്, ഡിസ്പ്ലേസ്മെൻറ്റ് മെത്തേഡ്സ്, വെർച്വൽ വർക്ക്, സ്ട്രെയിൻ എനർജി മെത്തേഡ്സ്, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, ആർച്ചസ്, പിന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ക്ലേപ്രോൺസ് തിയറവും ആണ്. ഇനി മൊഡ്യൂൾ 2 ഫ്ലൂയിഡ് മെക്കാനിക്സും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗും കമ്പൈൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 4 മാർക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഡൈനാമിക്സ് പഠിക്കാനുണ്ട്, ഫ്ലോ ത്രൂ ഓറിഫിസസ് ആൻഡ് നോച്ചസ്, ഫ്ലോ ത്രൂ പൈപ്സ് ഉണ്ട്, ബൗണ്ടറി ലെയർ, ഡ്രാഗ് ആൻഡ് ലിഫ്റ്റ് ഉണ്ട്, ഹൈഡ്രോളിക് മെഷീൻസ് ഉണ്ട്. ഈ ഹൈഡ്രോളിക് മെഷീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പിന്നീട് മെക്കാനിക്കലിൻ്റെ ഫ്ലൂയിഡ് മെക്കാനിക്സ് പോർഷനിലും ഇതേ ഹൈഡ്രോളിക് മെഷീൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇമ്പൾസ് ആൻഡ് റിയാക്ഷൻ ടർബൈൻസ്, പമ്പ്സ്, ഇതെല്ലാം നമുക്ക് ഹൈഡ്രോളിക് മെഷീൻസിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈഡ്രോളിക് ജമ്പ്, ഗ്രാജുവലി ആൻഡ് യൂണിഫോം ഫ്ലോ, ഡയമെൻഷണൽ ആൻഡ് മോഡൽ ടെസ്റ്റിംഗ്, അതും വരുന്നുണ്ട്. ഇനിയും വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ, പ്രസിപ്പിറ്റേഷൻ, അതേപോലെ ഹൈഡ്രോഗ്രാഫ്, പിന്നെ നമുക്ക് ക്രോപ്പ് വാട്ടർ റിക്വയർമെൻറ്റ്, ഡിസ്ചാർജ് കർവ്സ് പഠിക്കാനുണ്ട്, മിയാൻഡറിങ് ഓഫ് റിവേഴ്സ്, റിവർ ട്രെയിനിങ് വർക്ക്സ്, ഡൈവേർഷൻ ആൻഡ് സ്റ്റോറേജ് സിസ്റ്റംസ് പഠിക്കാനുണ്ട്, റിസർവോയർ പഠിക്കാനുണ്ട്, അക്യുഫർ, ഗ്രൗണ്ട് വാട്ടറിൽ നമുക്ക് അക്യുഫർ പഠിക്കാനുണ്ട്, പിന്നെ ഈൽഡ് ഓഫ് ഓപ്പൺ വെൽ, അങ്ങനത്തെ ടോപ്പിക്സൊക്കെയാണ് നമുക്ക് വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിൽ വരുന്നത്. മൊഡ്യൂൾ 3 സർവേയിങ്ങും ക്വാണ്ടിറ്റി സർവേയിങ്ങും വാല്യുവേഷൻ എല്ലാം കമ്പൈൻഡ് ആയിട്ട് 4 മാർക്കാണ്. സർവേയിങ്ങിൽ നമുക്ക് ലെവലിങ്, കോൺടൂറിങ്, ഏരിയ വോളിയം കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്, തിയോഡലൈറ്റ് സർവേ വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഈ ബെയറിങ്സ്, ലോക്കൽ ട്രാക്ഷന്, ഡിക്ലിനേഷൻ, ഡിപ്പ്, ലാറ്റിറ്റ്യൂഡ് ഡിപ്പാർച്ചർ, ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഡിജിറ്റൽ ലെവല്, അതേപോലെ ഓട്ടോ ലെവല്, എറേഴ്സ് ആൻഡ് ലെവലിംഗ്, ട്രയാങ്കുലേഷൻ, അതുകൂടാതെ നമുക്ക് EDM, ടോട്ടൽ സ്റ്റേഷൻ, GIS, GPS, റിമോട്ട് സെൻസിങ്, ഇങ്ങനത്തെ ടോപ്പിക്സും വരുന്നുണ്ട്. ഇനിയും ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ വന്നിരിക്കുന്ന റേറ്റ് അനാലിസിസ് ആണ്. റേറ്റ് അനാലിസിസ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്സ്, പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ബാർ ബെൻഡിങ് ഷെഡ്യൂൾ ഫോർ RCC വർക്ക്സ് വരുന്നുണ്ട്, വാല്യുവേഷൻ, ഫിക്സേഷൻ ഓഫ് റെൻറ്റ് വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 4 ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, രണ്ടുകൂടെ കമ്പൈൻഡ് ആയിട്ട് 3 മാർക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ നമുക്ക് ടിമ്പർ, മോട്ടർ, അയൺ ആൻഡ് സ്റ്റീൽ, സ്ട്രക്ചറൽ സ്റ്റീല്, പിന്നെ മോഡേൺ മെറ്റീരിയൽസും ചോദിച്ചിട്ടുണ്ട്, കോൺക്രീറ്റ് പറയുന്നുണ്ട്. ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ, മേസൺറി, ലിൻറ്റൽ, ആർച്ചസ്, ഫ്ലോർ, റൂഫ്, ഡോർ, വിൻഡോ, വെന്റിലേറ്റേഴ്സ്, ഫിനിഷിംഗ് വർക്ക്സ്, പിന്നെ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഫ്രെയിം, പ്രീഫാബ് കൺസ്ട്രക്ഷൻ, സ്ലിപ്പ് ഫോം വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ സ്റ്റെയർ, എലിവേറ്റർ, എസ്കലേറ്റർ, റാമ്പ്, പിന്നെ ബിൽഡിംഗ് റെട്രോഫിറ്റിംഗ്, ഇങ്ങനത്തെ ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ പ്ലാനിങ് ആൻഡ് ഷെഡ്യൂളിംഗ് വരുന്നുണ്ട്. അതിൽ എത്തിക്സ്, കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസ് വരുന്നുണ്ട്. എത്തിക്സ് ഇൻ കൺസ്ട്രക്ഷൻ സേഫ്റ്റി, പ്രിൻസിപ്പിൾസ് ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ്, അങ്ങനെ കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസും വരുന്നുണ്ട്. മൊഡ്യൂൾ 5 നമുക്ക് ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് ആണ്. RCC ഡിസൈനാണ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. അതിൽ നമുക്ക് RCC മാത്രമല്ല, താഴത്തെ പോർഷനിൽ നമുക്ക് സ്റ്റീലും വരുന്നുണ്ട്, സ്റ്റീലും ടിമ്പറും. ഇപ്പോൾ ടോട്ടൽ ഈ ഒരു മൊഡ്യൂളിന് 4 മാർക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മൊഡ്യൂൾ 6 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 4 മാർക്കിന്. അതിൽ ബേസിക് ആയിട്ട് വരുന്ന നമ്മുടെ 3 ഫേസ് സിസ്റ്റം, അതേപോലെ സോയിലിൻ്റെ സ്ട്രക്ചർ,
ക്ലേ മിനറോളജി അങ്ങനത്തെ ടോപ്പിക്സ് വരുന്നുണ്ട്. പെർമിയബിലിറ്റി വരുന്നുണ്ട്. പിന്നെ നമുക്ക് സീപ്പേജ് പ്രഷർ, എഫക്റ്റീവ് സ്ട്രെസ്സ്, ബോസ്നസ്ക് ഇക്വേഷൻ അങ്ങനത്തെ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. കോൺടാക്ട് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ബിലോ ഫൗണ്ടേഷൻസ്, അതായത് ക്ലേ ആണോ റിജിഡ് ഫൂട്ടിംഗ് ആണോ ഫ്ലെക്സിബിൾ ഫൂട്ടിംഗ് ആണോ അനുസരിച്ച് നമ്മുടെ കോൺടാക്ട് പ്രഷറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വേരിയബിൾ. അപ്പോൾ അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കൺസോൾട്ടേഷൻ, കോമ്പാക്ഷൻ, ലാറ്ററൽ എർത്ത് പ്രഷർ, ഷിയർ, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അതിൽ ടെർസാഗീസ് ഇക്വേഷനിൽ വാട്ടർ കണ്ടൻറ്റോടെ, വാട്ടർ ടേബിളിൻ്റെ എഫക്റ്റൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള പോർഷൻസ് പഠിക്കാനുണ്ട്. അതേപോലെ സെറ്റിൽമെൻറ്റ്, കൺസോൾട്ടേഷൻ സെറ്റിൽമെൻറ്റ്, ഇമ്മീഡിയറ്റ് സെറ്റിൽമെൻറ്റ്, പൈൽ ഫൗണ്ടേഷൻസ്, അതിൽ അണ്ടർ റീംഡ് പൈൽസ് എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വെർട്ടിക്കൽ ആൻഡ് അപ്ലിഫ്റ്റ് കപ്പാസിറ്റി ഓഫ് പൈൽ ഫൗണ്ടേഷൻസ് ഇവിടെ പഠിക്കണം. പിന്നെ ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് ആണ്, നമ്മുടെ സോയിൽ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസ് വരുന്നുണ്ട്. സൈറ്റ് റെക്കഗ്നൈസൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതേപോലെ പ്ലാനിങ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. പിന്നെ ടെസ്റ്റുകൾ എടുത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് പെനിട്രേഷൻ ടെസ്റ്റ്, വെയിൻ ഷിയർ ടെസ്റ്റ്, പൈൽ ലോഡ് ടെസ്റ്റും പ്ലേറ്റ് ലോഡ് ടെസ്റ്റുമാണ് എടുത്ത് പറഞ്ഞിരിക്കുന്ന ടെസ്റ്റുകൾ. മൊഡ്യൂൾ 7 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങും urban പ്ലാനിങ്ങും കൂടെ കമ്പൈൻ ചെയ്തിട്ട് 2 മാർക്ക് മാത്രമേ അലോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൽ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ നമുക്ക് ജോമെട്രിക് ഡിസൈൻ ഓഫ് ഹൈവേസ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ടെസ്റ്റിംഗ് ഓഫ് പേയ്മെൻറ്റ് മെറ്റീരിയൽസ് അതും വരുന്നുണ്ട്. പിന്നെ നമുക്ക് urban പ്ലാനിങ്ങിൽ തിയറിറ്റിക്കൽ പോർഷൻസ് ആണ് കൂടുതലും. ഡെഫിനിഷൻ ഓഫ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിങ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്ലാനിങ്, അതേപോലെ NCR ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റീജിയണൽ പ്ലാനിങ് അതിൻ്റെ ഡീറ്റെയിൽസ്, അതേപോലെ പ്രൊവിഷൻസ് ഓഫ് ടൗൺ പ്ലാനിങ് ആക്ട്, അങ്ങനത്തെ ബൈലോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് urban പ്ലാനിങ്ങിൽ വന്നിരിക്കുന്നത്. മൊഡ്യൂൾ 8 എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. കുറച്ച് പോർഷനേ ഉള്ളൂ, 3 മാർക്കുണ്ട്. അതിൽ നമുക്ക് റിജിഡ് ബോഡി, ഫോഴ്സ്, കപ്പിള്, ഇക്വിലിബ്രിയം ഓഫ് റിജിഡ് ബോഡി, അതേപോലെ നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം ഇൻ 2 ഡയമെൻഷൻസ്, 2 ഫോഴ്സ് ആൻഡ് 3 ഫോഴ്സ് മെമ്പേഴ്സ്, അങ്ങനെ കുറച്ച് പോർഷൻസേ ഉള്ളൂ. 3 മാർക്ക് ഇട്ടിട്ടുണ്ട് അതിന്. പിന്നെ മൊഡ്യൂൾ 9 നമുക്ക് മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. അതിൽ നമുക്ക് മെറ്റീരിയൽ സ്ട്രക്ചർ വരുന്നുണ്ട്, പ്യുവർ മെറ്റീരിയൽസ്, ക്രിസ്റ്റൽ സ്ട്രക്ചർ, മെറ്റീരിയൽ ബിഹേവിയർ ഒക്കെ വരുന്നുണ്ട്, ഹൂക്സ് ലോ. പിന്നെ നമുക്ക് പോയ്സൺസ് റേഷ്യോ, ബൈആക്സിയൽ ആൻഡ് ട്രൈആക്സിയൽ ഡീഫോർമേഷൻസ്, ബൾക്ക് മോഡുലസ്, ഇലാസ്റ്റിക് കോൺസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ടോപ്പിക്സും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. മൊഡ്യൂൾ 10 നമുക്ക് മെക്കാനിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് മെഷീനറിയിൽ നമുക്ക് ഗിയർ പഠിക്കാനുണ്ട്. അതേപോലെ ഇൻട്രൊഡക്ഷൻ ടു വൈബ്രേഷൻസ്, ഫ്രീ വൈബ്രേഷൻ, സിംഗിൾ ഡിഗ്രി ഫ്രീഡം, അതേപോലെ ഹാർമോണിക്കലി എക്സൈറ്റഡ് വൈബ്രേഷൻസ്, റെസ്പോൺസ് ഓഫ് അൺഡാംഡ് ആൻഡ് ഡാം സിസ്റ്റം, ട്രാൻസ്മിസിബിലിറ്റി, അങ്ങനത്തെ ടോപ്പിക്സ് വരുന്നു. മൊഡ്യൂൾ 11 ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ, ഒരുമിച്ച് 6 മാർക്കാണ്. അതിൽ ഈ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ്, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി, ഐഡിയൽ ആൻഡ് റിയൽ ഫ്ലൂയിഡ്സ്, ന്യൂട്ടോണിയൻ ആൻഡ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ഉണ്ട്, എനർജി ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻസ്, ഫ്ലോ ത്രൂ പൈപ്സ്, ലോസസ് ഡ്യൂ ടു ഫ്രിക്ഷൻ, അതുപോലെ പൈപ്പ് ഫ്ലോ, ഓപ്പൺ ഫ്ലോ മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് മുമ്പേ പറഞ്ഞ കൂട്ട് സിവിലിൽ വരുന്ന കൂട്ട് തന്നെ ഹൈഡ്രോളിക് മെഷീൻസ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ടർബൈൻസ് പഠിക്കാനുണ്ട്, പമ്പ്സ് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പെൻ സ്റ്റോക്ക്, വാട്ടർ ഹാമർ, അങ്ങനത്തെ ടേംസ് അറിഞ്ഞിരിക്കണം. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫറിൽ നമുക്ക് കണ്ടക്ഷൻ, അതേപോലെ തെർമൽ കണ്ടക്ടിവിറ്റി, ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, കാർട്ടീഷ്യൻ സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്, സിലിണ്ടർ സ്പിയേഴ്സ്, വേരിയബിൾ തെർമൽ കണ്ടക്ടിവിറ്റി, കണ്ടക്ഷൻ ഷേപ്പ് ഫാക്ടർ, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ വരുന്നുണ്ട്. മൊഡ്യൂൾ 12 ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് 6 മാർക്സിന്. അതിൽ തുടക്കത്തിൽ വരുന്നത് കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസ് ആണ്. മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ഇൻ ഓർഗനൈസേഷൻ, എത്തിക്സ്, അതേപോലെ എത്തിക്സ് പോളിസീസ് ആൻഡ് കോഡ്സ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ വരുന്നത്. പിന്നീട് നമുക്ക് സാൻഡ് കാസ്റ്റിംഗ്, അതിൻ്റെ ടൈപ്സ്, മൗൾഡിങ്, സാൻഡ് മൗൾഡിങ് മെഷീൻസ്, അപ്പം അങ്ങനത്തെ കുറച്ച് ടോപ്പിക്സ്, ടൂൾസ്, പ്രോപ്പർട്ടീസ് ഫോർ ദീസ് പ്രോസസ്സസ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെക്സിങ്, TIG ആൻഡ് MIG വെൽഡിങ്, അതേപോലെ കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ ഓഫ് മെഷീൻസ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. മൊഡ്യൂൾ 13 പാർട്ടിക്കിൾ ടെക്നോളജിയാണ്. 15 മാർക്കിനാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഫിൽട്രേഷന്, സെൻട്രിഫ്യൂഗേഷൻ, അതേപോലെ സൈസ് റിഡക്ഷൻ, അതിൻ്റെ ലോസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോസ്, സൈസ് സെപ്പറേഷൻ സ്ക്രീൻസ്, അതേപോലെ സെഡിമെൻറ്റേഷൻ, മിക്സിങ്, അജിറ്റേഷൻ ആൻഡ് മിക്സിങ്, അതിൻ്റെ ടോപ്പിക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സോളിഡ് ഗ്യാസസ് ആൻഡ് ലിക്വിഡ്സ്, അതിൻ്റെ പ്രത്യേകം നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാത്തിനോടും ഒരുമിച്ച് 5 മാർക്ക് ഇട്ടിട്ടുള്ളൂ. പിന്നെ മൊഡ്യൂൾ 14 സ്റ്റോഷിയോമെട്രിയാണ്, 3 മാർക്കിന്. അത് ഇപ്പം കെമിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത കുട്ടികൾക്ക് കൂടെ പഠിക്കാൻ പറ്റുന്ന പോർഷൻസേ ഉള്ളൂ. കാരണം നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത്.
യൂണിറ്റ്സ് ആൻഡ് ഡൈമെൻഷൻസ്, ഗ്യാസ് ലോസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, അതേപോലെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മൊളാലിറ്റി അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. അതേപോലെ മെറ്റീരിയൽ ബാലൻസിങ്, കെമിക്കൽ റിയാക്ഷൻസ്, അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെയാണ് 3 മാർക്ക് സ്റ്റോഷിയോമെട്രി. പിന്നെ മൊഡ്യൂൾ 15 ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ്, 3 മാർക്കിനാണ്. അതിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ പ്രഷർ ആൻഡ് വാക്യൂം, മാനോമീറ്റേഴ്സ്, ഡിഫറെൻറ്റ് ഫ്ലോ മീറ്റേഴ്സ് ആൻഡ് ലെവൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഹ്യൂമിഡിറ്റി, ഡ്യൂ പോയിൻറ്റ് മെത്തേഡ്, വെറ്റ് ബൾബ് മെത്തേഡ്, ഹൈഗ്രോമെട്രി, ഇലക്ട്രിക്കൽ ടൈപ്പ്, മോയ്സ്ചർ കണ്ടന്റ് ഇൻ ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, ക്രൊമാറ്റോഗ്രഫിക് അനാലിസിസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. മൊഡ്യൂൾ 16 പ്രോസസ് കൺട്രോൾ 3 മാർക്കിന്. അതിൽ നമുക്ക് പ്രോസസ് കൺട്രോൾ, റെക്കോർഡേഴ്സ്, ടൈമേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ഇതൊക്കെ പഠിക്കാനുണ്ട്. അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഡയഗ്രാംസ്, ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ്, ഡിസ്റ്റിലേഷൻ പ്ലാൻസ്, കൺട്രോൾ റൂം പാനൽസ് ആൻഡ് കൺട്രോൾ റൂം ഫങ്ഷൻസ്, അപ്പം ഇങ്ങനത്തെ പോർഷൻസ് ആണ് അതിൽ വരുന്നത്. മൊഡ്യൂൾ 17 മാസ് ട്രാൻസ്ഫർ 6 മാർക്കിന്. അതിൽ മാസ് ട്രാൻസ്ഫർ, അബ്സോർപ്ഷൻ, അതേപോലെ ടൈപ്സ് ഓഫ് അബ്സോർപ്ഷൻ, അബ്സോർബൻസ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹ്യൂമിഡിഫിക്കേഷൻ പഠിക്കാനുണ്ട്. ഡ്രൈയിങ് പഠിക്കണം, അതിൻ്റെ മെക്കാനിസംസ് ഓഫ് ഡ്രൈയിങ്, ഡിസ്റ്റിലേഷൻ, റിലേറ്റീവ് വോളറ്റൈലിറ്റി, സിമ്പിൾ ഡിസ്റ്റിലേഷൻ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, അങ്ങനത്തെ ടൈപ്സ് പഠിക്കാനുണ്ട്. ലീച്ചിങ്, ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മാസ് ട്രാൻസ്ഫറിൽ വരുന്നത്. മൊഡ്യൂൾ 18 പോളിമർ ടെക്നോളജി 5 മാർക്കിന്. ഇതും കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ വരുന്ന പോർഷൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ ടു പോളിമേഴ്സ്, പല ടൈപ്പ് പോളിമേഴ്സ് ഉണ്ടല്ലോ, തെർമോപ്ലാസ്റ്റിക്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്, അപ്പോൾ അതൊക്കെ പഠിക്കാനുണ്ട്. പ്ലാസ്റ്റിക്സിൽ റബ്ബർ, ഫൈബർ, അഡസീവ് കോട്ടിങ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അതേപോലെ ടൈപ്സ് ഓഫ് പോളിമറൈസേഷൻ റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോ പോളിമേഴ്സ് പഠിക്കാനുണ്ട്. കമോഡിറ്റി പ്ലാസ്റ്റിക്സ്, മാനുഫാക്ചർ ഓഫ് മാൻമെയ്ഡ് ഫൈബേഴ്സ്, അതിൽ നൈലോൺ, വിസ്കസ് റയോണും പോളിയസ്റ്റർ, ഇത്രയും പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 19 വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ്, 15 മാർക്കിന്. ഇത് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും കോമൺ ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അതിൽ സിവിലിനായിരിക്കും ഈ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമായിട്ടുള്ളത്. അതിൽ വാട്ടർ സപ്ലൈ സോഴ്സസ് വരുന്നുണ്ട്, നമ്മുടെ സർഫസ് സോഴ്സ്, ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ്, അതേപോലെ ഡിമാൻഡ്, ടൈപ്സ് ഓഫ് ഇൻടേക്സ്, അതേപോലെ ക്വാളിറ്റി ഓഫ് വാട്ടർ, നമ്മുടെ ക്വാളിറ്റി ടെസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അതിൻ്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളതൊക്കെ അത് അറിഞ്ഞിരിക്കണം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് വാട്ടർ വരുന്നുണ്ട്, ഫ്ലോക്കുലേഷൻ, ഡിസൈൻ ഓഫ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ്, അതും സർക്കുലർ ആൻഡ് റെക്ടാങ്കുലർ, ക്ലാരിഫോക്കുലേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ നമുക്ക് ലേ ഔട്ട് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് വരുന്നുണ്ട്. അതിൽ ഇക്വലൻറ്റ് പൈപ്പ് മെത്തേഡ്, പൈപ്പ് അപ്പർട്ടനൻസസ്, അതേപോലെ വാട്ടർ മീറ്ററിംഗ് സിസ്റ്റം, അതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. മീറ്ററിംഗ് ഓഫ് വാട്ടർ സപ്ലൈ സിസ്റ്റം, ട്രാൻസ്മിഷൻ ഓഫ് വാട്ടർ, ട്രാൻസ്മിഷൻ ത്രൂ കനാൽസ് ഓർ ഓപ്പൺ ചാനൽസ്, ട്രാൻസ്മിഷൻ ത്രൂ പൈപ്സ്, പ്രോബ്ലംസ് ഇൻ ട്രാൻസ്മിഷൻ മീൻസ്, പ്രഷർ ഫിൽറ്റേഴ്സ് പഠിക്കാനുണ്ട്. പ്രോബ്ലംസ് കോസ്ഡ് ബൈ ആൽഗെ, റെമഡിയൽ മെഷേഴ്സ്, ഡിസിൻഫെക്ഷൻ, ക്ലോറിനേഷൻ, പിന്നെ ഡിസിൻഫെക്ഷൻ ബൈ ബ്ലീച്ചിങ് പൗഡർ, ഇലക്ട്രോ ക്ലോറിനേറ്റർ, കൺവെൻഷണൽ ക്ലോറിനേഷൻ, അങ്ങനെ ക്ലോറിനേഷൻ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പമ്പിംഗ് മെഷീനറിയുടെ മെയിൻ്റനൻസ് ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. വാട്ടർ മീറ്റേഴ്സ്, അതിനെക്കുറിച്ച് സ്പെഷ്യൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. വാട്ടർ ഓഡിറ്റ് നമുക്ക് പഠിച്ചിരിക്കാനുണ്ട്. ഇനി മൊഡ്യൂൾ 20 വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് 10 മാർക്കിനുള്ള. അതിൽ നമുക്ക് സാധാരണ വരുന്ന എന്താ സ്ക്രീനിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തിയറി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് സെഡിമെൻറ്റേഷൻ, സ്റ്റോക്സ് ലോ, ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടർ വരുന്നുണ്ട്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, പിന്നെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, അങ്ങനത്തെ പോർഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതും നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൽ സിവിലുകാർ കൂടുതലും പഠിക്കുന്ന പോർഷൻസാണ് ഇതിൽ വരുന്നത്. കെമിക്കൽ യൂണിറ്റ് പ്രോസസ്സിൽ നമുക്ക് കെമിക്കൽ പ്രസിപ്പിറ്റേഷൻ, അഡ്സോർപ്ഷൻ, ഡിസിൻഫെക്ഷൻ, അതും ക്ലോറിനേഷൻ, ക്ലോറിൻ ഡയോക്സൈഡൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡിസിൻഫെക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. പല ടൈപ്പ് ഡിസിൻഫെക്ഷൻ പറയുന്നുണ്ട്, ഡിസിൻഫെക്ഷൻ വിത്ത് ഓസോൺ, ബ്രോമിൻ ക്ലോറൈഡ്, അപ്പോൾ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നാച്ചുറൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസ് പഠിക്കണം. വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റംസിൽ സ്പെഷ്യൽ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ കമ്മ്യൂണിറ്റീസ്, അതേപോലെ സെലക്ഷൻ ആൻഡ് ഡിസൈൻ ഓഫ് ഓൺ സൈറ്റ് സിസ്റ്റംസ്, അങ്ങനെ കുറച്ച് തിയറിറ്റിക്കൽ പോർഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. വേസ്റ്റ് വാട്ടർ റെക്ലമേഷൻ ആൻഡ് റീയൂസിലും കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്. എഫ്ലുവൻറ്റ് ഡിസ്പോസൽ, ഇത്രയും പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് 100 മാർക്കിനായിട്ട് വരുന്ന പോർഷൻസ്. അപ്പോൾ ഇതിൽ സിവിലും മെക്കാനിക്കലും കോമൺ ആയിട്ട് വരുന്ന, പ്രത്യേകിച്ച് ഫ്ലൂയിഡ് മെക്കാനിക്സ് അങ്ങനത്തെ പോർഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് കുറേ പോർഷൻസ് വരുന്നുണ്ട്. മെക്കാനിക്സിൻ്റെ കുറേ കോമൺ ആയിട്ടുള്ള പോർഷൻസ് വരുന്നുണ്ട്. പിന്നെ ഈ വേസ്റ്റ് വാട്ടറും അതേപോലെ വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതും നമുക്ക് കോമൺ ആയിട്ട് മെക്കാനിക്കലുകാർക്കും സിവിലുകാർക്കും എളുപ്പത്തിൽ പഠിക്കാവുന്ന പോർഷൻസേ ഉള്ളൂ. ഇതോടുകൂടി ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എക്സാമിന് അപ്ലൈ ചെയ്യാത്ത എല്ലാവരോടും പറയുകയാണ്, നമുക്ക് ഫെബ്രുവരി 4-ാം തീയതി വരെ എക്സാമിന് അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് അധികം താമസിയാതെ എക്സാമിന് അപ്ലൈ ചെയ്യാം. നമുക്ക് പഠിക്കാൻ ഇനഫ് ടൈമും ഉണ്ട്. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.